വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ വളരെ രുചികരവുമായിട്ടുള്ള ബിസ്ക്കറ്റ് കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കോഫി താല്പര്യമുള്ളവർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണിത്. ഞാനിതിലേക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ആദ്യം നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ബേസ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ ഒരു 15 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. സൺഫീസ്റ്റിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണിത്. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കിയെടുക്കണം. പുഡിംഗ് ബേസ് നന്നായി സെറ്റായി കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത്. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം മാറ്റിവെക്കാം. അടുത്തതായി മറ്റൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇതിലേക്ക് 1/4 കപ്പ് നല്ല ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഫി പൗഡർ നന്നായി മെൽറ്റ് ആയതിനു ശേഷം മാറ്റിവെക്കാം. അടുത്ത് നമുക്ക് കോൺഫ്ലോർ സ്ലറി ഉണ്ടാക്കിയെടുക്കണം. അതിനായി 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/4 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതും മാറ്റിവെക്കാം. ഇനി കോഫി മിക്സ് റെഡിയാക്കിയെടുക്കണം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാല്, അളവ് കപ്പിന് 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാര ഇവ ചേർത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് അടിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും. ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 30 സെക്കൻഡ് തിളച്ചതിന് ശേഷം തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കോൺഫ്ലോർ സ്ലറി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ടെക്സ്ചറൊക്കെ മാറി തിക്കായി വരുന്നുണ്ട്. ഇനി കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്യണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഞാൻ ഒത്തിരി തിക്കാക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കുക്ക് ചെയ്താൽ മതി. ഇനി ഇത് തീയിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. പുഡിങ് സെറ്റ് ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഡിഷ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് മിക്സ് ആദ്യം നിരത്തി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്താലും മതി കേട്ടോ. ബിസ്ക്കറ്റ് മിക്സ് നിരത്തിയതിന് ശേഷം സ്പൂൺ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ലെവലാക്കി എടുക്കണം. അടുത്തതായി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിംഗ് മിക്സ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുഡിംഗ് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിൻ്റെ 1/3 ഭാഗം ബിസ്ക്കറ്റ് മിക്സും 2/3 ഭാഗം കോഫി മിക്സും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പൂർണ്ണമായി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. 2 മുതൽ 3 മണിക്കൂർ വരെ സമയം ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ പുഡിംഗ് നന്നായി തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് വിതറിക്കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ചോക്ലേറ്റ് സ്പ്രിങ്കിൾസിന് പകരം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. നമ്മുടെ ഈ പുഡിങ്ങിന് മധുരവും കോഫിയുടെ ടേസ്റ്റും പാകത്തിനുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി
അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതും വളരെ ടേസ്റ്റിയുമായ ബിസ്ക്കറ്റ് കോഫി പുഡിംഗ് നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്